ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് ED നോട്ടീസ് എന്നൊരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നോട്ടീസ് അയച്ചിരിക്കുന്നു. ED നേരിട്ടോ പ്രതിനിധി വഴിയോ മറുപടി വേണം. മുൻ മന്ത്രി തോമസ് ഐസക്കിനും നോട്ടീസ്. വിദേശ വാണിജ്യ വായ്പ ദുരുപയോഗിച്ചുവെന്നും ഫെമ ചട്ടം ലംഘിച്ചുവെന്നുമാണ് ED പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോൾ ED നോട്ടീസ് നൽകിയിരിക്കുന്നു. ഫെമ ചട്ടം ലംഘിച്ചുവെന്നതാണ് ED പറയുന്നത്. നോട്ടീസ് നൽകിയത് ശനിയാഴ്ച എന്നുകൂടി ഒരു വിവരം ലഭിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് ED നോട്ടീസ് നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രി നേരിട്ടോ അല്ലെങ്കിൽ പ്രതിനിധി വഴിയോ ഇതിനുള്ള മറുപടി നൽകണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ED കൊച്ചി ഓഫീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി. മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ED. മുൻ മന്ത്രി തോമസ് ഐസക്കിനും നോട്ടീസ്. വിദേശ വാണിജ്യ വായ്പ ദുരുപയോഗിച്ചുവെന്നും ഫെമ ചട്ടം ലംഘിച്ചുവെന്നും ED പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ED നോട്ടീസ് നൽകിയിരിക്കുന്നു. ശനിയാഴ്ച നോട്ടീസ് നൽകി എന്നതാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് ഒരു മറുപടി നൽകേണ്ടതുണ്ട്. ഒന്ന് നേരിട്ടെത്തിയോ അല്ലെങ്കിൽ പ്രതിനിധി വഴിയോ മറുപടി പറയണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അറിയാൻ കഴിയുന്നതും അതുതന്നെയാണ്. മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം അടിസ്ഥാന വികസന പദ്ധതിക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമെന്നതാണ് ED പറയുന്നത്. 2019 9.72% പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2150 കോടിയാണ് കിഫ്ബി സമാഹരിച്ചത്. 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം തോമസ് ഐസക്കിന് 2 തവണ നോട്ടീസ് നൽകിയിരുന്നു. 3 വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്.